ശ്യാമ അഫാൻ ഫർസാന ഒരു പ്രണയ ദുരന്തത്തിൻ്റെ കഥയും കൂടെ അതിനകത്തുണ്ട്. അഫാൻ ഇത്രയും ആളുകളെ കൊന്നു, പക്ഷേ നമുക്ക് പറയാതെ പോകുന്ന ഒരു പ്രണയ ദുരന്തം കൂടെയുണ്ട്. ഈ ഫർസാനയുടെ പിതാവ് ഇപ്പോഴും അതിൽ നിന്ന് മോചിതനായിട്ടില്ല. തൻ്റെ മകളുടെ മരണം, ഈ ക്രൂരമായ മരണം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് ഹോസ്പിറ്റലിലാണ്, അവിടുന്ന് വീണ്ടും വരുന്നു, മകളുടെ കബറിടത്തിലേക്ക് പോകുന്നു. ഈ ഫർസാനയോട് പറഞ്ഞത് കൂട്ട ആത്മഹത്യ, ഞങ്ങളെല്ലാം ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുകയാണ്, അപ്പോൾ നീയും ഞങ്ങളോടൊപ്പം മരിക്കണം എന്നാണ് ഈ അഫാൻ പറഞ്ഞത്. പക്ഷേ ഫർസാന സമ്മതിച്ചില്ല. ഫർസാന സമ്മതിക്കാതിരിക്കുകയും ഈ അഫാൻ ഇവരെല്ലാം കൊലപ്പെടുത്തുകയും ഫർസാനയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഫർസാന അതിന് സമ്മതിച്ചിരുന്നെങ്കിൽ, ഇയാൾ പക്ഷേ കൂട്ട ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞെങ്കിലും ശ്യാം നേരത്തെ പറഞ്ഞ പോലെ അയാൾ എലിവേഷമൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അയാൾക്ക് മരിക്കാൻ പേടിയായിരുന്നു, മറ്റുള്ളവരെ കൊല്ലാൻ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫർസാനെ അയാൾ കൊന്നു. ഫർസാനയെ അയാളോടൊപ്പം മരിക്കാൻ തയ്യാറല്ലായിരുന്നു, ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഇത്രയും ആളുകളെ കൊന്നു എന്ന് പറഞ്ഞപ്പോഴും ആ കുട്ടി ചോദിച്ചത് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നാണ് ചോദിച്ചത്. അതായത് നമ്മൾ എങ്ങനെ ജീവിക്കും എന്ന് ചോദിച്ചാൽ ജീവിക്കാൻ ആ കുട്ടിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ സമയത്താണ്, ആ ഒരൊറ്റ നിമിഷത്തിലാണ് ഈ അഫാൻ ആ കുട്ടിയെ ഇല്ലാതാക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു സ്വാർത്ഥനായ ക്രിമിനലാണ്, സ്വാർത്ഥനായിട്ടുള്ള ക്രിമിനൽ. അവൻ്റെ പല പല വിശേഷണങ്ങൾ ആളുകൾ കൊടുക്കുന്നുണ്ട്. റിപ്പർ എന്നുള്ള പേര് അവന് കിട്ടിയിട്ടുണ്ട്, സൈക്കോ എന്നുള്ള പേര് കിട്ടിയിട്ടുണ്ട്, ഈ MDMA പേര് അവൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട്. അവൻ കല്ലാണ്, ചക്കയാണ്, തേങ്ങയാണെന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് ആൾക്കാരൊക്കെ. കല്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ മയക്കുമരുന്നിൻ്റെ എന്തൊക്കെയോ പേരുകളാണ്, ഈ ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഡ്രഗിന് വിളിക്കുന്ന എന്തൊക്കെയോ പേരുകളാണ്. പുതിയ പേരുകൾ ഇവരിങ്ങനെ ഈ എക്സൈസ് ഓരോന്ന് നോട്ട് ചെയ്യുമ്പോൾ അടുത്ത പേര് ഇവരിടും. അവർ പുതിയ എം എന്ന് വിളിച്ചുകൊണ്ടിരുന്നതാണിത്. ഇപ്പോൾ എം എന്ന് പറഞ്ഞ എക്സൈസ് അതിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പേര് മാറ്റിയതുമാർ. എക്സൈസ് അത് എക്സൈസിൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കൈ കിട്ടും. അത് ഓരോ പേരുകൾ ഇവരിടുമ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഇവിടെ എക്സൈസിൻ്റെ നോർമൽ എക്സൈസ് ഇതിനെക്കുറിച്ച് പരാതികളൊക്കെ ഉണ്ടെങ്കിൽ എക്സൈസിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഇവിടെ സ്ട്രോങ് ആണ്. അവർ നേരത്തെ തന്നെ ആ സ്ക്വാഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർ ഈ പറയുന്ന പോലെ യുവമാർക്ക് ഇടയിൽ തന്നെ ചാരന്മാരും ഉണ്ട്. അവർക്ക് ചാരന്മാരുണ്ട്, അവരുടേതായിട്ടുള്ള ചാരന്മാർ ഇതിനകത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ ശനിയാഴ്ച ഈ കുട്ടിയെ, ഇവൻ്റെ മൊഴിയാണ്, ശരിയാണോ അല്ലയോ എന്നറിയില്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ ആ കുട്ടി ഒരു കാരണവശാലും അവിടേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഇവനെ എനിക്ക് തോന്നുന്നു അമിതമായി വിശ്വസിച്ചു ഈ കുട്ടി. അമിതമായി വിശ്വസിച്ചു. ഇപ്പോൾ ആ CCTVയിൽ വന്നിരിക്കുന്ന ഒരു റെക്കോർഡിംഗ് വരുന്നുണ്ടല്ലോ ഇവരുടെ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്. ഞാൻ വർക്ക്ഷോപ്പിൻ്റെ അവിടെ നിൽക്കുന്നു, നീ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഇവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആത്മഹത്യക്ക് വേണ്ടി ഇവൻ പറഞ്ഞത് ശനിയാഴ്ച രാവിലെ ഈ പറയുന്ന ഷെമി, ഇവൻ്റെ മാതാവ് ഷെമിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഫർസാനയോട് ഞങ്ങൾ കുടുംബമായി ആത്മഹത്യയാണ്, നീയും ഒപ്പം വരണം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാം, കടബാധ്യത കാരണം ഞങ്ങൾക്കത് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഇവൻ പറഞ്ഞു എന്നാണ് ഇവൻ്റെ മൊഴി. ഫർസാന ഉടൻ തന്നെ അത് എതിർത്തു, അതിശക്തമായി എതിർത്തു എന്ന് മാത്രമല്ല നിങ്ങളത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി ഇവനെ പിന്തിരിപ്പിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്തു. ഇവർ തമ്മിൽ ശനിയാഴ്ച രാത്രിയിൽ ദീർഘനേരം സംസാരിച്ചിട്ടുണ്ട്. ഈ സംസാരത്തിൽ ഉടനീളം ഈ കാര്യങ്ങൾ റിപ്പീറ്റായി വരികയും ഒടുവിൽ ഈ പറഞ്ഞ കാര്യത്തിൽ ഇവൻ ഫർസാനയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിവൻ്റെ ഒരു തന്ത്രമായിരുന്നു. ഈ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള, അതായത് തന്നെ വിശ്വസിപ്പിക്കാനുള്ള ഈ ഫർസാനെ വിശ്വസിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് ഇവൻ അവിടെ പ്രയോഗിച്ചത്, ഈ അഫാൻ പ്രയോഗിച്ചത്. അതായത് താൻ ഈ ആത്മഹത്യയുടെ കാരണം തുടർച്ചയായി ഇനി പറയുകയാണെങ്കിൽ ഈ പെൺകുട്ടി തൻ്റെ കൈക്കലേക്ക് കിട്ടില്ല ഇതിനെ കൊലപ്പെടുത്താൻ. ഈ പറയുന്ന രീതിയിൽ ഒരു കൊലപാതകം ഇവൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ശനിയാഴ്ച ഈ കുട്ടി എതിർത്തതോടുകൂടി തന്നെ ബാക്കിയുള്ളവരുടെ ഈ കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുക, അതിനുശേഷം വന്ന ഇവൻ ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടുപേരെ മരിക്കത്തുള്ളൂ. ഇവൻ കൊല്ലാൻ ലിസ്റ്റിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, ലിസ്റ്റിൽ കയറിയിരിക്കുന്ന ബാക്കിയുള്ളവരെല്ലാം രക്ഷപ്പെട്ടു. ഇവൻ്റെ മൊഴിയിൽ ഏറ്റവും ഭയങ്കര ഇവൻ്റെ ക്രൂരതയുടെ ഒരു വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരെ കൊലപ്പെടുത്താൻ ഇനി ഉണ്ട്. ആ രണ്ടുപേരെ കൊലപ്പെടുത്തണമെങ്കിൽ സജിത ജീവിച്ചിരുന്നാൽ അത് നടക്കില്ല. സാജിദ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നടക്കില്ല എന്ന് മനസ്സിലായിട്ടാണ് സാജിദ ബീഗത്തെ ഇവൻ കൊല്ലുന്നത്. സാജിദ ബീഗത്തെ ഇവൻ കൊലപ്പെടുത്തുന്നത്. അത് പ്രത്യേകിച്ച് അവൻ പറയുന്നുണ്ട്, ആ മൊഴിക്കകത്ത് പറയുന്നുണ്ട് സാജിദ ബീഗം എൻ്റെ ലിസ്റ്റിലില്ല, ഞാൻ അവരോട് നേരെ ചൊവ്വേ സംസാരിക്കാറ് പോലുമില്ല, അവർ എന്നോടും സംസാരിക്കാറില്ല. അവരെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, അവരെ കൊല്ലണമെന്ന് യാതൊരു ഉദ്ദേശമില്ലായിരുന്നു. പക്ഷെ അവരെ കൊന്നില്ലെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹത്തെ ലത്തീഫിനെ കൊന്നിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സാജിദ നേരെ പോലീസിനെ വിളിച്ച് വിവരം പറയുമ്പോൾ എന്ത് ചെയ്യും, ഇവൻ പിടിക്കപ്പെടും. പിന്നെ ഈ രണ്ട് കൊലപാതകം നടത്താൻ തന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അവരെയും കൊന്നത്. അവൻ്റെ ക്രൂരത ഒന്ന് ആലോചിക്കണം. ഈ കുട്ടിയെ ഇവൻ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇവൻ പറഞ്ഞു, ഞാൻ ആ ശനിയാഴ്ച രാത്രിയിലെ ഫോൺ കോളിൽ ഉടനീളം ഇവൻ സംസാരിച്ച്
മാപ്പ് അപേക്ഷിച്ച് ഇവൻ ഈ കുട്ടിയെ വീണ്ടും വരുതിയിലാക്കി. താൻ അങ്ങനെ ചെയ്യില്ലെന്നും തൻ്റെ ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഈ പറയുന്ന പരിഹാരം അത് പോലീസ് ഇവൻ്റെ ഫോണിൽ നിന്ന് വാട്സപ്പ് മെസ്സേജുകൾ എടുത്തിട്ടുണ്ട്. ഇവൻ നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഫോണിൽ ഉള്ള മെസ്സേജസ് ഒക്കെ ഈ പിന്നെ ഇവർ റിക്കവർ ചെയ്തിട്ടുണ്ട്, സൈബർ ടീം റിക്കവർ എടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞു ഇവൻ പലതവണ ഈ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞ് ഇവൻ അത് വീണ്ടും ആവർത്തിച്ചപ്പോൾ ഈ കുട്ടി ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നീട് ഇവൻ വിളിച്ചിരിക്കുന്ന 3 കോൾ ഈ കുട്ടി അറ്റൻഡ് ചെയ്തിട്ടില്ല. ശരി, ഈ കുട്ടി അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇവൻ രാത്രി സമയത്ത് വിളിച്ച് ഇവൻ കൺവിൻസ് ചെയ്ത് ഈ കുട്ടിയെ വീണ്ടും കയ്യിലാക്കുന്നത്. കയ്യിലാക്കിയ ശേഷം ഞായറാഴ്ചയും ഇവൻ ദീർഘനേരം ഈ കുട്ടിയായിട്ട് സംസാരിച്ചു. ഞായറാഴ്ച രാത്രിയിൽ, അതായത് ഈ കുട്ടിയെ കൊല്ലുന്ന തിങ്കളാഴ്ച, ഞായറാഴ്ച രാത്രിയിലും ദീർഘനേരം ഇവൻ സംസാരിച്ചു. അന്നേരമല്ല ഈ കുട്ടിക്ക് വേണ്ട ഒരു ഉറപ്പ് ഇവൻ കൊടുത്തു. അതായത് പിന്നെ ഇതുപോലെ പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും, ഇത് പരിഹരിക്കാൻ പറ്റും, തനിക്ക് ഈ പറയുന്ന ചെറിയ പ്രായമാണ്, താൻ ജോലി ചെയ്താലും പിന്നെ ഈ കടങ്ങളെല്ലാം വീട്ടും കടക്കാരോടൊക്കെ ഉമ്മ സംസാരിച്ച് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൻ വളരെ നേരം ഈ കുട്ടിയുമായിട്ട് സംസാരിച്ചു. ഈ കുട്ടിക്ക് ഇവനോട് ജീവിക്കാൻ വളരെ കൊതിയായിരുന്നു, വലിയ കൊതിയായിരുന്നു. ഇവനത് ജീവന തുല്യം സ്നേഹിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പം അങ്ങനെ ഒരാളെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അവന് ജീവിക്കണമെങ്കിൽ അവന് ജീവിക്കണ്ട, അവന് ജീവിക്കണമെങ്കിൽ അവന് ജീവിക്കണ്ട. അവൻ പോയി ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യ ചെയ്ത് പരാജയപ്പെടുകയാണെങ്കിൽ ചെറിയൊരു പെറ്റി കിട്ടും, പോലീസിൻ്റെ വക കേസെടുക്കും. പോലീസ് ആത്മഹത്യാ ശ്രമത്തിന് കേസെടുക്കും. മരിക്കാൻ ശ്രമിച്ചാലേ നമ്മളെ ജീവൻ കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യാ ശ്രമത്തിന് പോലീസ് കേസെടുക്കും. എനിക്ക് തോന്നുന്നു 10,000 രൂപ താഴെയാണെന്ന് തോന്നുന്നു എൻ്റെ പെറ്റി. അതുണ്ടാവും. അത് കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കണോന്നേ, എപ്പോഴെങ്കിലുമൊക്കെ ആകുമ്പോൾ പാസ്സാവും. അതാണ് വേണ്ടത്. അല്ലാതെ അവനങ്ങനെ ചാകണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നു. അവന് ചാവണമെന്ന് ഒരു താല്പര്യമില്ല. അവൻ കണക്ക് കൂട്ടിയത് തന്നെ അവൻ നടപ്പാക്കിയിരിക്കുന്നത്. അവൻ്റെ തന്ത്രമാണ് അവൻ നടപ്പാക്കിയത്. അതായത് ഇത്രയും പേരെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കടക്കാർ പിന്നെ തന്നെ ഇങ്ങനെ ചൂഷണം ചെയ്യില്ല, തന്നെ തേടി വരില്ല. തന്നെ തേടി വരാതിരിക്കുകയും തനിക്ക് ജയിലിൽ പോയി അവിടെ സുഖമായി കഴിയുകയും ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള ഈ ടെൻഷൻ എല്ലാം മാറിക്കിട്ടും. പുറത്ത് നടന്ന് ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും, ഇവൻ്റെ ഏറ്റവും വലിയ ഭയവും ഇവൻ്റെ തലയിൽ കടം വന്ന് കയറുമോന്നായിരുന്നു. അത് ഇവൻ്റെ ചിന്ത. ഞാൻ പറഞ്ഞില്ല, ഇവൻ്റെ ചിന്തയിൽ ഇവൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവൻ 3 മാസം മുമ്പ് രാസലഹരി ഒരു തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് വിശ്വസീയ യോഗ്യമല്ലെന്ന് ഇവരും പറയുന്നു, പോലീസും പറയുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ തവണ അവൻ ഉപയോഗിച്ചിട്ട് നിരന്തരം ഉണ്ടാവും. അവൻ ഇപ്പോൾ ഈ പൈസ കിട്ടാതായതോടുകൂടി അവൻ പെട്ടുപോയതായിരിക്കാം. അപ്പോൾ ഇവൻ പൈസ ആർക്കാണ് ഈ 40,000 രൂപ മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഇവൻ ഈ പിന്നെ ഇവരുടെ സൽമാ ബീവിയുടെ മാല 74,000 രൂപ പണയം വെച്ചിട്ട് ഈ 40,000 രൂപ ഇവൻ ആർക്ക് കൊടുത്തു? അതൊരു വലിയ ചോദ്യമല്ലേ? ഇത്രയും അടിയന്തരമായി കടം വീട്ടേണ്ട ആരാണ് ഇവൻ്റെ ലിസ്റ്റിലുള്ളത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഇവൻ ആർക്കാണ് ഈ പൈസ കടം വീട്ടിയത്? ഇത്ര അത്യാവശ്യമായിട്ട് മരിക്കാൻ പോവുകയാണ്. മരിക്കാൻ പോകുന്ന ആളാണ് ഈ കടം വീട്ടിയിട്ട് മരിക്കുന്നത്. അവന് വല്ലാത്ത പകയുള്ള മനുഷ്യൻ കൂടിയാണ്. ആലോചിക്കണം. ഈ പറയുന്ന പിന്നെ ലത്തീഫിനെ കൊല്ലാനുള്ള പ്രധാനപ്പെട്ട കാരണം, ലത്തീഫ് കടം ചോദിച്ചാൽ സഹായിക്കില്ല, മാത്രമല്ല കടം തിരിച്ചു പിന്നെ നേരത്തെ തന്ന കടം തിരിച്ചു ചോദിച്ചു. പിന്നെ ഈ കുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ പരിഹസിച്ചു. ഇതൊക്കെയാണ് ലത്തീഫിനെ കൊല്ലാനുള്ള കാരണം. അപ്പം ഇതൊരു മോട്ടീവാണ്. അപ്പോൾ ഈ കടം ചോദിച്ച് ഇവരെ ശല്യം ചെയ്തവരും ഒരു മോട്ടീവല്ലേ? അവരെ എന്തുകൊണ്ട് വെറുതെ വിട്ടു? അത് വെറുതെ വിട്ടത് പോട്ടെ, എന്തുകൊണ്ട് അവർക്ക് പൈസ അയച്ചു കൊടുത്തു? 65 ലക്ഷം രൂപ കടമുള്ളടത്ത് 40,000 രൂപയാണോ അയച്ചു കൊടുക്കേണ്ടത്? അത് ആർക്കാണ് ആ പൈസ പോയത്? ഇവൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ 34,000 രൂപയുള്ളൂ. ഫെഡറൽ ബാങ്കിലെ ഇവൻ്റെ അക്കൗണ്ടിൽ 34,000 രൂപയുള്ളൂ. ഇവൻ എടുത്തിരിക്കുന്നത് 74,000 രൂപ. ആ 40,000 രൂപ എവിടെ പോയി? അതൊരു വലിയ ചോദ്യമാണ്. അവിടെ വീണ് കിടക്കുന്ന നോട്ടുകെട്ടിൽ ഇത്രയും രൂപയില്ല. അവിടെ 3-4-5 500-ൻ്റെ താളുകൾ അവിടെ വീണ് കിടപ്പുണ്ട്. 5-6 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അതവരെ ഈ പറയുന്ന കുട്ടി കിടക്കുന്ന, അതായത് ഈ അഫ്സാൻ കിടക്കുന്ന മുറിക്ക് ആ ഒരു വാതിലിനോട് ചേർന്നാണ് കിടക്കുന്നത്. അതിൻ്റെ നേരെ വെളിയിൽ ഹാളിൽ ഇതിങ്ങനെ വിതറി കിടപ്പുണ്ട്. കുറേ നോട്ട് വാരി വിതറി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള തുക എവിടെ പോയി? അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഈ കുട്ടിയെ കൺവിൻസ് ചെയ്ത് ഇവൻ ഇത്രയും കൊലപാതകങ്ങൾ നടത്തി. ഇവൻ്റെ ബാഗ് നിറയെ ഡ്രസ്സുകളായിരുന്നു. ഇവനൊരു ബാഗുമായിട്ടാണ് പോകുന്നത്. ഓരോ കൊലപാതകങ്ങൾ നടത്തുമ്പോഴും ഇവൻ ആ കൊലപാതകം നടത്തി രക്തം ചീന്തിക്കഴിഞ്ഞാൽ ഇവൻ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ, വസ്ത്രം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ, രക്തം ചീന്തി തൻ്റെ ദേഹത്ത് തെറിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് ഇവൻ കൊണ്ടുവന്നിരുന്നു. അതായത് രക്തം കയ്യിലോ ദേഹത്തോ വീഴുകയാണെങ്കിൽ അത് മായ്ക്കാനുള്ള സാധനങ്ങൾ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഫുൾ പ്ലാൻഡ് ആയിരുന്നു. ആ പെൺകുട്ടി ഇതൊന്നും അറിയാതെ ഇറങ്ങി ചെന്നു കൊടുത്തു. നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, ആ കുട്ടിയുടെ ദൃശ്യമാണ് അതിൽ ഏറ്റവും ദുഃഖകരം. ആ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യത്തിലെ ഏറ്റവും ദുഃഖകരമായി കാണുന്നത് ആ കുട്ടിയുടെ മരണത്തിലേക്കാണെന്ന് അറിയാതെ ആ കുട്ടി. അത് മാത്രമല്ല, ആ കസേരയിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോ ആദ്യഘട്ടത്തിൽ പോലീസ് എടുത്ത ഒരു വീഡിയോ, ആ ഒരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വീഡിയോ ആണ് ആ കുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ ഇവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കൊണ്ടുവന്ന്
കൊലപ്പെടുത്തി. അപ്പോൾ ആത്മഹത്യ ചെയ്യണം എന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. പിന്നീട് ഈ കുട്ടിയെ വിശ്വസിപ്പിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കടം തീർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തുവെന്നും ഈ കുട്ടിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ ഇത്തരം സംഭവങ്ങൾ വെച്ചിട്ട് ഈ പറയുന്ന മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരാളോട് നേരിട്ട് പോയി അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കരുത്. നേരിട്ട് പോയി നിന്ന് അവരെ വിളിച്ചു നിർത്തി കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കരുത്. അതാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് സംഭവിച്ചത്. മറ്റേ വർക്കല എന്നുള്ള ശ്യാമിൻ്റെ കേസിൽ സംഭവിച്ചത്. അയാൾ ഇവിടെ കൂട്ടുകാരൻ വിളിച്ചു വരുത്തിയതായി ആത്മഹത്യ ചെയ്യാൻ പാടില്ലെന്ന് കൺവിൻസ് ചെയ്യാനാണ് ഇവിടുത്തെ കൂട്ടുകാരൻ വിളിച്ചു വരുത്തിയത്. അവസാനം ഇവിടുത്തെ കൂട്ടുകാരനെ കൂടെ കൊണ്ടാ തൂങ്ങിയത്. രണ്ടുപേരും കൂടെ കയറി തൂങ്ങിക്കളഞ്ഞു. കൺവിൻസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി ആത്മഹത്യക്ക് പാടില്ലെന്ന് പറഞ്ഞ് ഈ കൂട്ടുകാരൻ വിളിച്ചു വരുത്തിയതാ. ഈ കൂട്ടുകാരൻ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുത്തരും. അവസാനം അയാളും കൂടെ കയറി തൂങ്ങേണ്ടി വന്നു. അതുകൊണ്ട് നേരിട്ടുള്ള കൺവിൻസിങ് ഒന്നും വേണ്ട. അതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് ഈ പറയുന്ന നമ്മൾ പണ്ട് ഒരു കവി പറഞ്ഞ പോലെ കെട്ട കാലം, അത് ഒരു സമയത്ത് നമ്മളിങ്ങനെ ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് ഫോണുണ്ടല്ലോ, ഫോണിൽ കൂടെ സംസാരിക്കാനേ പാടുള്ളൂ. നേരിട്ട് പോയി നേരത്തെ തന്നെ എൻ്റെ ചാനലിനകത്തൊരു ഒരു കുട്ടിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നിതിന മോൾ എന്ന് പറഞ്ഞൊരു കുട്ടി. ആ കുട്ടി ഫോൺ മേടിക്കാനാണ്, ആ കുട്ടിയുടെ ഫോൺ തിരിച്ചു കിട്ടാനാണ് ആ കുട്ടി ഇറങ്ങിച്ചെന്നത്. അവൻ ആ കുട്ടിയുടെ കഴുത്തറത്ത് കളഞ്ഞു. അവൻ ആ കുട്ടി ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അതിൻ്റെ കഴുത്തങ്ങ് അറുത്തു. ആ കുട്ടി അതേസമയം ആ കുട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, ആ കുട്ടി ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിന്ന കുട്ടി കൂടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകനെ വിളിച്ച് പറഞ്ഞാൽ അവർ പോയി ഇവൻ്റെ കയ്യിൽ ഫോൺ മേടിച്ചുകൊണ്ട് വരും, വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. ഇത് നേരിട്ട് പോയി മേടിക്കാൻ ചെന്ന് നിന്ന് കൊടുത്തു. വിശ്വാസമാണ്, അതാണ്. വിശ്വാസം പാടില്ല. വിശ്വാസത്തിന് പറ്റിയ കാലമല്ലത്. നമ്മൾ ഈ പരസ്യമായ വിശ്വാസം അതല്ലേ എല്ലാം. അതല്ലേ പ്രണയത്തിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ, പ്രണയത്തിൽ വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എതിര് നിൽക്കുന്ന ആൾ, അയാളെ നമ്മൾ വളരെ തലച്ചോറ് കൊണ്ടുകൂടി ചിന്തിക്കണം. ഹൃദയം കൊണ്ട് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ അപകടം, ദോഷം ചെയ്യും. അതാണ് പ്രധാനപ്പെട്ട. മുമ്പായിരുന്നു ഈ ആളുകൾ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രണയിനി നഷ്ടപ്പെടുകയാണെങ്കിൽ നേരെ പോയി വല്ല മദ്യശാലയിൽ ബാറിൽ പോയിരുന്ന് മദ്യപിച്ച്, അല്ലെ ബിവറേജിൽ നിന്ന് കുപ്പിയെടുത്ത് മദ്യപിച്ച് ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ പറയുന്ന പ്രണയിനി പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ അയാൾ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇതിനെ തട്ടും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇവനുണ്ടായിരിക്കുന്നത്, ആത്യന്തികമായി ഉണ്ടായിരിക്കുന്നത്, ഇവന് കിട്ടാത്തത് ആർക്കും കിട്ടരുത്. അതാണ് നടത്തിയിരിക്കുന്നത്. ഇവന് കിട്ടാത്തത് ആ കുട്ടിയെ ഇനി ആർക്കും കിട്ടാൻ പാടില്ല. അവൻ ജയിലിൽ പോകും, എന്തായാലും ജയിലിൽ പോകും. അപ്പം പിന്നെ ഈ കുട്ടി വേറെ കല്യാണം കഴിക്കുക, അങ്ങനെ പോകണ്ട. അത് ഈ പറയുന്നത് പോലെ പുറത്തു നിന്ന് ആരെങ്കിലും ഇവനെ കാണാൻ വരുമല്ലോ. ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഈ പറയുന്ന പോലെ കുറേ പേര് എന്നാൽ പിന്നെ ജയിലൊക്കെ ഒന്ന് കാണാമല്ലോ, ഇവനെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെന്ന് കയറി കൊടുക്കുമ്പോൾ അവർ എന്ന് പറഞ്ഞു കൊടുക്കും, നിന്റെ കാമുകി ഇപ്പോൾ സുഖമായിട്ട്. അപ്പോൾ എന്തോ ഇവൻ ഉള്ളിൽ ഇറിറ്റേഷൻ ആവും. ഇപ്പോഴാകുമ്പോൾ എന്തുവാ, അവരെല്ലാം കൊന്നു, സമാധാനമുണ്ട്. താൻ സ്നേഹിക്കുന്ന ആരും ഈ ലോകത്തില്ല. ഇനി ധൈര്യമായിട്ട് അവിടെ കിടക്കാം. അതാണ് അവിടെ കിടക്കട്ടെ. ഇത്തരക്കാർക്ക് ഒരു സേഫ് സോണാണ് ഈ ജയിലെന്ന് അവർ വിശ്വസിക്കുന്നു. ജയിലിലുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു വലിയ അബദ്ധമാണ്. ചില ആൾക്കാർ ജയിലിൽ പോയി തിരിച്ചു വന്ന ശേഷം അതിനെക്കുറിച്ച് സ്റ്റോറി ചെയ്യുന്നു, യൂട്യൂബേഴ്സ്. ജയിലിൽ പോയി വന്ന ശേഷം എൻ്റെ ജയിൽ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും അവിടുത്തെ പെരുമാറ്റത്തെക്കുറിച്ചും അവിടുത്തെ മഹത്വവൽക്കരിക്കുന്നു. എന്നാൽ അതൊരു ശിക്ഷയാണെന്നും ആ ശിക്ഷ നിന്നെ നന്നാക്കാനാണെന്നുമുള്ള കാര്യമല്ല ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പുതിയ ആൾക്കാർക്ക് ജയിലിൽ പോകാൻ കൊതിയാണ്. ചില ആളുകൾക്ക്, പുതിയ ആൾക്കാർക്കെന്നല്ല, ചില ആളുകൾക്ക് ജയിലൊക്കെ ഒന്ന് പോയി കണ്ട് കിടന്ന് തിരിച്ചു വന്ന് അതിനെക്കുറിച്ച് കൂട്ടുകാരോടൊക്കെ ഒന്ന് തട്ടിവിടുകയും. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇപ്പോൾ റീലാണ്, ഇൻസ്റ്റാഗ്രാം റീലാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ജയിൽ ഇവരുടെ ഒരു റീലെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. ഒരു കവറുമായി പുറത്തിറങ്ങി കൂട്ടുകാരെ കാണുന്ന ഒരു റീലാണ്. ഇഷ്ടംപോലെ പേര് ഇങ്ങനെ റീലിടുന്നുണ്ട്. റീലിന് വേണ്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി. മറ്റേ ജഗതി ഒരു സിനിമയ്ക്കകത്ത് പോയി പാവിരിക്കുമല്ലോ, ജൂനിയർ മാൻഡ്രേക്ക്. പായല്ലാതെ പിന്നെ പരവതാനി ഇരിക്കണോ എന്നൊക്കെ പോലീസുകാരനോട് ചോദിക്കുന്ന ആ ജൂനിയർ മാൻഡ്രേക്ക്. അത് തന്നെ. അതുപോലുള്ള പരിപാടികൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ജയിലിൽ പോയാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ ഇടയിൽ മാറിയിട്ടുണ്ട്. ഏതായാലും ആ കുട്ടിക്ക് വളരെ ദുഃഖകരമായിട്ടാണ്. ഫർസാനയുടെ നന്നായി പഠിക്കുന്ന കുട്ടി, അത് MSc കെമിസ്ട്രി നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. ഇവൻ പഠിത്തവും അവസാനിപ്പിച്ച് പൂർത്തിയാക്കാതെ ജോലിക്കും പോവില്ല. അങ്ങനെയുള്ളവനെ പോയി പ്രേമിക്കാൻ പോയി. ശരി.